വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരീക്ഷാ നടത്തിപ്പിൽ പരിഷ്കരണങ്ങൾക്കായി സാങ്കേതിക വിദഗ്ധനും ഇൻഫോസിസ് സഹസ്ഥാപകനുമായ നന്ദൻ നിലേക്കാനിയുടെ നേതൃത്വത്തിൽ ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. പരീക്ഷാ നടത്തിപ്പ് സുതാര്യമാകണം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി പരീക്ഷാ നടത്തിപ്പിൽ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കും. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ കഠിനമായ ശിക്ഷ നൽകാനുള്ള നിയമം തിങ്കളാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി വീഡിയോയിലൂടെ പറഞ്ഞു. विद्यार्थियों के भविष्य के लिए भारत सरकार लगातार अनेकविध कदम उठा रही है। जिन लोगों ने विद्यार्थियों के भविष्य के साथ खिलवाड़ किया वे जेलों में सड़ रहे हैं। हमने फास्ट ट्रैक कोर्ट बना चुके हैं। हम कल पार्लियामेंट के अंदर भी कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं। लेकिन हमें भविष्य के लिए सोचना है। हमारी परीक्षा पद्धति विश्वस्त हो, हमारी परीक्षा पद्धति ट्रांसपेरेंट हो, हमारी परीक्षा पद्धति में सबसे ज्यादा अब टेक्नोलॉजी का उपयोग हो। इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन निलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है, जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा और जल्द से जल्द आने वाली परीक्षाओं की विश्वसनीयता को सुनिश्चित करने का काम इसके रिपोर्ट के आधार पर कर दिया जाएगा। बहुत बहुत धन्यवाद. നന്ദഗോപൻ ചേർന്നുള്ള നന്ദൻ, എന്തായാലും പരീക്ഷാ നടത്തിപ്പിൽ ഉൾപ്പെടെ ഭാരതത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് വമ്പൻ മാറ്റങ്ങൾക്കല്ലേ ഇനി കാത്തിരിക്കേണ്ടി വരുന്നത്? IT രംഗത്തെ പ്രമുഖനും ഇൻഫോസിസ് സഹസ്ഥാപകനുമായ നന്ദൻ നിലേക്കാനിയുടെ നേതൃത്വത്തിലാണ് ഉന്നതാധികാര സമിതി ഇപ്പോൾ പ്രവർത്തിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ സിസ്റ്റത്തിലെ അപാകതകൾ പരിഹരിക്കാൻ ഏറ്റവും പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ പരീക്ഷാ നടത്തിപ്പിൽ ഉൾപ്പെടുത്തുമെന്നുള്ളതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. ഇതിനൊപ്പം തന്നെ പരീക്ഷാ തട്ടിപ്പുകൾക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന മാഫിയകൾക്കെതിരെ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന പുതിയ ബിൽ നാളെ പാർലമെന്റിന്റെ മേശപ്പുറത്തേക്ക് എത്തുകയാണ്. രാജ്യത്തെ യുവതലമുറകളുടെ അധ്വാനത്തിനും അർഹിച്ച ഫലം ഉറപ്പാക്കുമെന്നും പരീക്ഷാ സംവിധാനത്തിലുള്ള വിശ്വാസ്യത വീണ്ടെടുക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകുന്നു. പ്രതിപക്ഷ വഞ്ചനകൾക്കും വ്യാജ പ്രചരണങ്ങൾക്കുമിടയിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കും അതേപോലെ തന്നെ ഭാവി ക്രമീകരണങ്ങൾക്കും മുൻഗണന നൽകുന്ന ശക്തമായ നടപടിയുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. വിദ്യാർത്ഥികളുടെ ഭാവിയും ആശങ്കകളും മുൻനിർത്തി നേരിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. ശരി, നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.